കോൺഗ്രസിലെ യുവ നേതാക്കൾ തിളങ്ങി നിൽക്കുകയാണ് മണ്ഡലത്തിൽ. അവരാണ് പ്രചരണം ഒരു പരിധിവരെ കൊണ്ടുപോകുന്നതെന്ന് വേണം പറയാം. അങ്ങനെയുള്ള നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ചില അപക്വമായ പെരുമാറ്റങ്ങൾ പല ഘട്ടത്തിലുണ്ടായില്ലേ? സ്വാഭാവികമായി ചെറുപ്പക്കാരാണ്. അവർ കുറേ കൂടി ഗൗരവമായി കാര്യങ്ങളെ വിലയിരുത്തുകയും കാണുകയും വേണം. എനിക്കും അഭിപ്രായമുണ്ട്. കാരണം നമ്മൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുമ്പം സൂക്ഷ്മത വളരെ ആവശ്യമാണ്. നമ്മുടെ ഒരു ചെറിയ ചലനം പോലും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും എന്ന് മനസ്സിലാക്കാൻ അവർക്കും കഴിയണം, എല്ലാവർക്കും കഴിയണം. വളരെ ലളിതമായ രമേശ് ചെന്നിത്തല പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ലീഗുമായുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, താഴെത്തട്ടിൽ വളരെ സജീവമായി ലീഗ് പ്രചാരണത്തിന് ഇറങ്ങിയ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇതെന്ന് പറയുന്നു. അതിനോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെയുള്ള യുവ നേതാക്കൾ എത്തരത്തിലാണ് പെരുമാറേണ്ടത്, കുറച്ചുകൂടി പക്വതയുടെ കാര്യങ്ങളെ സമീപിക്കണം എന്ന കാര്യത്തിലും വളരെ വ്യക്തമായ അദ്ദേഹത്തിന് മറുപടിയുണ്ട് അല്ലേ? രമേശ് ചെന്നിത്തല വിമർശനം ഉന്നയിക്കുന്നത് പോലും സൗമ്യമായ ഭാഷയിലാണ്. ഈ പറഞ്ഞതിൽ കാര്യങ്ങൾ കൃത്യമാണ്. ആദ്യം നമ്മൾ കേട്ട പ്രതികരണം വി.ഡി. സതീശനെതിരായിരുന്നുവെങ്കിൽ ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ അങ്ങനെ എടുത്ത് മുന്നോട്ട് പോകേണ്ട, തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു കൂട്ടായ പ്രവർത്തനമാണ് എന്നുള്ള കാര്യം രമേശ് ചെന്നിത്തല കൃത്യമായ സൗമ്യമായ ഭാഷയിൽ പറഞ്ഞു വയ്ക്കുന്നു. രണ്ടാമത്തെ പ്രതികരണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള യുവ നേതാക്കളുടെ ഭാഗത്തു നിന്നും അത് ഒന്ന് പെട്ടി വിവാദത്തിൽ ആ ഉദ്യോഗസ്ഥരോട് കയർത്ത് സംസാരിച്ച വിഷയം, അതോടൊപ്പം തന്നെ പിന്നീട് പി.വി. അൻവറുമായി ഒരു രഹസ്യ കൂടിക്കാഴ്ചയ്ക്ക് രാത്രിയിൽ പോയ വിഷയം, ആ രണ്ട് വിഷയങ്ങളും യു.ഡി.എഫിനെ സംബന്ധിച്ചിടത്തോളം യു.ഡി.എഫിന് ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. അത് പറഞ്ഞ് ന്യായീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിനും ലീഗ് നേതൃത്വത്തിനും ഒക്കെ വലിയ ബുദ്ധിമുട്ടേണ്ടി വന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ യുവ നേതാക്കൾ കുറച്ചുകൂടി തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നിൽക്കുമ്പോൾ അവധാനതയോടെ പെരുമാറണം എന്നുള്ള കാര്യം രമേശ് ചെന്നിത്തല പറഞ്ഞു വെക്കുകയാണ്. കുറച്ചുകൂടി ജാഗ്രത കാണിക്കണം, എടുത്തുചാട്ടം പാടില്ല എന്നുള്ള കാര്യമാണ് സൗമ്യമായ ഭാഷയിൽ രമേശ് ചെന്നിത്തല പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. മോദി.